മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. വലതുപക്ഷം ഉന്നയിക്കുന്ന എല്ലാ കൈവഴികളും ഹിന്ദുത്വ അജണ്ടയിലേക്കാണ് എത്തുന്നത്. ഏകീകരണ സിവിൽ കോഡും ഹിന്ദുത്വ അജണ്ടയിലേക്കാണ് എത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പുതുതായി നിർമ്മിച്ച കേരള NGO യൂണിയൻ മഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് തെറ്റായ മുദ്രാവാക്യം ജനങ്ങളിലേക്ക് എത്തിച്ച് അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മുതലാക്കി അതിശക്തിയായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് പോവുകയാണ്. എല്ലാ കൈവഴികളും ഒരു പ്രത്യേക തരത്തിലേക്കാണ് എത്തുന്നത്. നമ്മുടെ നദികളെല്ലാം അറബിക്കടലിലേക്ക്, ഈ ഭാഗത്ത് അറബിക്കടലിലേക്ക് എത്തുന്നത് പോലെ ഇവർ ഉന്നയിക്കുന്ന ഓരോ കൈവഴികളും ഹിന്ദുത്വ അജണ്ടയിലേക്കാണ്, വർഗീയ അജണ്ടയിലേക്കാണ് എത്തിക്കുന്നത് എന്ന് നിങ്ങൾ കാണണം. പൗരത്വ ഭേദഗതി നിയമം അത് തന്നെയാണ്. ഇനി ഏക സിവിൽ കോഡിനെ പറ്റി പ്രസംഗിക്കുന്നത് അത് തന്നെയാണ്. ഗുജറാത്ത് കലാപം വംശഹത്യ, ഇപ്പോഴും മണിപ്പൂർ കലാപം വംശഹത്യ, അത് രണ്ടും ഇതിൻ്റെ തന്നെ ഭാഗമാണ്. ഫ്യൂഡൽ ജീർണതയുടെ പശ്ചാത്തലത്തിൽ കെട്ടിപ്പൊക്കിയ കോർപ്പറേറ്റ് മാനേജ്മെന്റ് താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന സവർണ അമിതാധികാര വാഴ്ചയാണ് ഈ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഭരണ സംവിധാനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് തീവ്ര വലതുപക്ഷ നിലപാടാണ്. തീവ്ര വലതുപക്ഷത്തിന്റെ പ്രത്യാഘാതങ്ങളും തീവ്രമാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഫ്യൂഡൽ ജീർണതയുടെ പശ്ചാത്തലത്തിൽ കെട്ടിപ്പൊക്കിയ കോർപ്പറേറ്റ് മാനേജ്മെന്റ് താൽപര്യത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സവർണ അമിതാധികാര വാഴ്ചയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് അതിവേഗതയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതെന്നും വരാനിരിക്കുന്ന പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ വിലക്കയറ്റത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് രാമക്ഷേത്രം ഉദ്ഘാടനം പെട്ടെന്ന് നിർവഹിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. മഞ്ചേരി മലപ്പുറം റോഡിൽ വായപ്പാറപ്പടി ഗവൺമെന്റ് LP സ്കൂളിന് മുൻവശത്തു നിന്നും അരുകിഴയിലേക്ക് പോകുന്ന റോഡിലുള്ള സ്ഥലത്താണ് കേരള NGO യൂണിയൻ മഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. കേരള NGO യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VK രാജേഷ് പതാക ഉയർത്തി. E പത്മനാഭൻ, C വിജയഗോവിന്ദൻ എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം കേരള NGO യൂണിയൻ പ്രസിഡന്റ് MV ശശിധരൻ നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി AM അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കേരള NGO യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി K വിജയകുമാർ, EN മോഹൻദാസ്, T രത്നാകരൻ, K ദീപ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.